ഓം ശ്രീ സായിറാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ 100ാം ജന്മവാർഷികം പ്രമാണിച്ച് ഇവിടെ നടപ്പാക്കുന്ന സേവന, സാംസ്കാരിക, ആത്മീയ പദ്ധതികളെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. 2025 നവംബർ 23 ഭഗവാന്റെ 100ാം ജന്മവാർഷികമാണ്. നമ്മുടെ 99ാം ജന്മവാർഷികം ഈ 24 കഴിഞ്ഞ നവംബർ 24 അവസാനിച്ചു. അന്ന് ഞങ്ങളുടെ പ്രധാന ഒരു പദ്ധതി 100 പദ്ധതികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാന പദ്ധതി എന്ന് പറഞ്ഞാൽ 2018 നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സായി കൈനീട്ടം. ഏറ്റവും മുതിർന്ന അമ്മമാർക്ക്, അശരണരായിട്ടുള്ള അമ്മമാർക്ക് പ്രതിമാസം ഒരു പെൻഷൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ നമ്മളൊരു 10-40 പേർക്കോളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി നമ്മൾ ഇപ്പം വീണ്ടും ഈ മാസം, കാരണം മെയ് 3-ാം തീയതി നമ്മുടെ പ്രതിഷ്ഠാ വാർഷികമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 32ാം വാർഷികമാണ്, സേവനത്തിൻ്റെ 32ാം വാർഷികം. അതിന് നമ്മൾ ഈ സായി കൈനീട്ടം വിപുലീകരിച്ച് നടപ്പാക്കുകയാണ്. കാരണം ഇനി തൊട്ട് അവർക്ക് എല്ലാ മാസവും 5-ാം തീയതി ബാങ്ക് വഴി അക്കൗണ്ടിൽ കൂടെ അവർക്ക് നൽകുന്നതിനായിട്ടാണ് നമ്മൾ തീരുമാനിച്ച് പദ്ധതി അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇത്തരം സർക്കാരുകൾ പോലും നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അവർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു 10-25 പേർക്കാണ് കൊടുത്തത്. അതിലൊരു 7-8 അമ്മമാർ മരണപ്പെട്ടു. അവർക്ക് പകരമായിട്ട് പുതിയ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു 50 പേർക്ക് ഇപ്പോൾ ഈ മെയ് 3 മുതൽ അവർക്ക് ഏപ്രിൽ 1 തൊട്ടുള്ള ഇത് കാലം വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് സായി കൈനീട്ടം പദ്ധതി കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു പ്രധാന പദ്ധതിയാണ് നമ്മുടെ ലൈബ്രറി, സായി ലൈബ്രറി. എല്ലാവർക്കും സായി ഭക്തർക്ക് ഇവിടെ വന്ന് സ്വാമിയെ സംബന്ധിച്ച എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും ഇവിടെ ഇന്ന് വായിക്കാനും അതേപോലെ എടുത്തുകൊണ്ട് പോകാനും പറ്റുന്ന ഒരു സംവിധാനമാണ് സായി ലൈബ്രറി. അതോടൊപ്പം തന്നെ നമ്മൾ സായി അന്നപ്രസാദം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. അത് നമ്മൾ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കുകയാണ്. അത് ഈ കോവിഡ് സമയത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. കാരണം എല്ലാ ദിവസവും ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് സായി അന്നപ്രസാദം എന്ന് പറഞ്ഞു. അതിപ്പോഴും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും കുറച്ചുകൂടെ വിപുലപ്പെടുത്തി കൂടുതൽ ആശുപത്രികളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയുമായിട്ട് നമ്മൾ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രഹശാന്തി ഭജൻ സായി ഡിവോട്ടികളുടെ വീട്ടിൽ ഇപ്പം തന്നെ ഏകദേശം ഒരു 60-70 വീടുകൾ നമ്മൾ പൂർത്തീകരിച്ചു. പല പ്രദേശങ്ങളിലുള്ള സായി ഭക്തരുടെ വീട്ടിൽ സായി സന്ദേശം കൈമാറുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി ഭജനയും നടത്തി സ്വാമിയുടെ സന്ദേശങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും കൈമാറുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഒരു 10-60 വീടുകൾ പൂർത്തീകരിച്ചു. ഇനിയും അത് തുടർന്ന് നമ്മൾ നവംബർ 23 വരെ ഇത് തുടർന്ന് നടക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. അപ്പം അതാണ് നമ്മുടെ ഒരു പ്രധാന പദ്ധതി. അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസ ചെലവ് നൽകുക എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പഠനോപകരണങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. പഠനോപകരണങ്ങൾ പല സ്കൂളുകളിലും, കാരണം തൊളിക്കോട് തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിൽ, വിദൂരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പഠനോപകരണങ്ങൾ നൽകി വന്നു. ഈ വർഷം തൊട്ട് നമ്മൾ അവർക്ക് ചെറിയ തോതിലുള്ള ഫീസും മറ്റെല്ലാ സംവിധാനങ്ങളും കൂടെ നൽകി ആ കുട്ടികളെ, വളരെ സാധുവായിട്ടുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു പദ്ധതിയായിട്ട്. അത് സ്കൂളുകളിൽ, അതിനിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ആ പരിപാടി നടക്കുന്നു. അതേപോലെ കുട്ടികൾക്ക് അവരുടെ കലാവാസന വർദ്ധിപ്പിക്കാനായിട്ട് ക്വിസ് പ്രോഗ്രാമുകൾ, അതേപോലെ സാംസ്കാരിക പരിപാടികളെല്ലാം സ്കൂളുകളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു ഇത്. ഇന്ന് നമുക്കറിയാം കുട്ടികളെല്ലാം സ്വഭാവ രൂപീകരണത്തിലൊക്കെ വളരെ മോശമായിട്ട് അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പം തന്നെ ഈ മാസം കുട്ടികൾക്ക് ഒരു 10 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണവും അതേപോലെ അവർക്ക് കുട്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അവർക്ക് യോഗ, അതേപോലെ മെഡിറ്റേഷൻ, ലൈഫ് സ്കില്ല്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശീലന പരിപാടി നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. അതാണ് നമ്മുടെ വേറൊരു കുട്ടികൾ. അപ്പം നമ്മളെ കുട്ടികളാണ് ഇനി അടുത്ത വരുന്ന തലമുറ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ സായി വികാസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. കാരണം കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി. കാരണം ഇന്ന് ഒരു 8 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ നമ്മൾ ഉന്നം വെച്ച് അവരെ ഈ മേഖലയിലോട്ട് വരികയും നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളർന്നു വരാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ സായി വികാസ് എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം നടപ്പാക്കുന്നത്. അത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ. പിന്നെ നമ്മൾ കറി പൗഡർ യൂണിറ്റ്, അത് ഞങ്ങളുടെ ഒരു ഇതാണ്. ഒരു കറി പൗഡർ യൂണിറ്റ് സ്വാമിയുടെ ഇതിൽ നല്ല കറി പൗഡർ സാധനങ്ങൾ, ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അത് വൃത്തിയാക്കി ഇത് ചെയ്തിട്ട് നമ്മുടെ ഭക്തന്മാർക്ക് ന്യായമായിട്ടുള്ള വിലയിൽ കൊടുക്കുകയും കുറച്ച് പേർക്ക് തൊഴിൽ സംരംഭമായിട്ട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഒരു
സായി കറി പൗഡർ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു പ്രാരംഭഘട്ടത്തിലാണ്. അതിൻ്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, അമ്മമ്മ ഈ നമ്മൾ ഇന്ന് വിഷുവിന് കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇതെല്ലാം വളരെ ഇവിടെ കുറച്ച് പിന്നെ സാധുജനങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫുഡും അതേപോലെ ആഹാരവും അതേപോലെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നു. അത് നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും തുടർന്ന് ആ വയോജന കേന്ദ്രങ്ങളിലുള്ള പിന്നെ മുതിർന്നവർക്ക് അവർക്ക് ഡ്രസ്സും ആഹാരവും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് പരിപാടി. നമ്മുടെ സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധാരാളം 100 ഇന പരിപാടികളായിട്ട് നമ്മളുടെ സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ ഭക്തജനങ്ങളും അത് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ നൽകുന്ന തുകകളാണ്. ഈ തുകകൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 2-ാം തീയതി മുതൽ ആരംഭിച്ചതാണ് സായി ദാഹജലം അമൃതം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അതായത് റോഡിൽ കൂടെ പോകുമ്പോൾ ദാഹജലം എന്ന് പറഞ്ഞാൽ സംഭാരം കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് ആ റോഡിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം, കാരണം എന്താ ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പം അതാണ് ഏറ്റവും വലിയ ഇത്. നമുക്ക് കുടിനീര് ആവശ്യമുള്ളവന് നമ്മൾ ദാഹജലം കൊടുക്കുക എന്നുള്ളത്, അത് നമ്മൾ സംഭാരമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത്തരം പദ്ധതികളുമായിട്ട് ഭഗവാൻ പറയുന്നത് മാനവസേവയാണ് മാധവസേവ. അത് തന്നെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു തത്വം. അതിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഭഗവാൻ ഞങ്ങൾക്ക് നല്ല ശക്തി നൽകുന്നു ഇത്തരം പ്രവൃത്തികളായിട്ട് ചെയ്യാനായിട്ട്. അത് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടെ വീണ്ടും ഞങ്ങൾ ഈ നവംബറോടുകൂടെ ഭഗവാന്റെ 100-ാം ജന്മദിനത്തിൽ 100 ഇന പരിപാടികൾ പൂർത്തീകരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് സായിറാം.